ഹലോ, വെൽക്കം ബാക്ക്. സ്വിറ്റ്സർലാൻഡിലെ മൂന്നാമത്തെ ദിവസം ലെൻ ഫാക്ടറി മോൺ പിലാറ്റസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് വേറൊരു വൈബാണ്. ലൂസൺ സിറ്റി ഒന്ന് ചുറ്റണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം. ഇതാണ് മെയിൻ അജണ്ട. അതിന് പറ്റിയ സ്പോട്ട്സ് നോക്കലായിരുന്നു രാവിലെ പണി. ഒരു പണിയുമില്ല അവിടെ ചെല്ലുന്ന കഴിഞ്ഞാൽ അടുത്ത ചെലവിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഉമ്മാനെ കൊണ്ടുവരാനുള്ള വിസക്കുള്ളത് നോക്കുന്നത് കണ്ടാ അപ്പൊ തിന്നണം. ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെക്കൗട്ടാക്കി നേരെ ലൂസൺ സിറ്റിയിലേക്ക് ഒരു 10-15 മിനിറ്റ്. ഇത് മിക്കപ്പോഴും സ്വിറ്റ്സർലാൻഡിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നടന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഒരുപാട് മെയിൻ അട്രാക്ഷൻസ് ഉണ്ട്. വീഡിയോയിൽ എല്ലാ സ്പോട്ടും പെട്ടിട്ടില്ല കേട്ടോ, കാരണം നമ്മളെല്ലാ സ്പോട്ടും പോയിട്ടില്ല. എങ്ങനെ പോവാനാ? ഇത്രയും വാച്ച് ക്രേസ് ഉള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏറെക്കുറെ എല്ലാ വാച്ച് ഷോപ്പിലും കയറി കാണും. ഈ ലൂസൺ വ്ളോഗിൽ എനിക്ക് ഒഴിച്ചു വെക്കാൻ പറ്റാത്ത ഒന്നായി മാറി. എന്താ പറയുക, ഒരു സ്വിസ് വാച്ച് എൻസൈക്ലോപീഡിയ കൂടെ കൊണ്ടു നടക്കണ പോലെ. ഇത് നോക്ക്, അത് നോക്ക്, അതിൻ്റെ ഭാവി, ഭൂതം, വർത്തമാനം, അങ്ങനെ. വാച്ചിന്റെ ആ സിംഗർ ഇല്ല അല്ലേ? ഞാൻ കളിയാക്കി ചോദിക്കല്ല കേട്ടാ, സീരിയസ് ആയിട്ട് ചോദിക്കുന്നു. വന്ന് എൻ്റെ ബ്രെയിനിൽ ഇപ്പോൾ ഏത് വാച്ച് കണ്ടാലും അതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നോക്കുക, അതിൻ്റെ റീറ്റെയിൽ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. എന്താ അല്ലേ? വേറെ ഒന്നും കേട്ടാ, വേൾഡിലെ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ടൈം പീസസ് ഉണ്ടാക്കുന്നത് എവിടെയാണ്. ഇനി നമ്മൾ പോയി കണ്ടത് കാണിക്കാം. ഫസ്റ്റ് അട്രാക്ഷൻ ഈ ലൈൻ മോണ്യുമെൻറ്റ്. ഇത് മരിക്കാൻ പോകുമ്പോൾ ലിറ്ററലി കരയണ ഒരു ലൈനിനെയാണ് കുത്തി വെച്ചിരിക്കുന്നത്. കാണണ പോലല്ല, ഒരു സ്കൂൾ ബസ്സിൻ്റെ അത്ര നീളമുണ്ട്. ഒരുപാട് സീക്രട്ട് സിംബോളിസം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നാ. പക്ഷെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നെക്സ്റ്റ് സ്പോട്ട് ചേപ്പിൾ ബ്രിഡ്ജ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നല്ല പഴക്കമുണ്ട്, അബൌട്ട് 700 years. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ജെസ്യൂട്ട് ചർച്ച്, ബറോക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുത്തത്. ബറോക്ക് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം എക്സ്ട്രാ ഫാൻസി ആക്കി പണിതൊരു ഐറ്റം. ഇതെല്ലാം കഴിഞ്ഞ് ഈ യാത്ര ലൂസൺ ടു സൂറിക് എയർപോർട്ട്. ഓടി കയറിയ ട്രെയിൻ ആയതുകൊണ്ട് ഏതോ കോച്ച് കയറി. ബേബി ചേഞ്ചിങ് ഫെസിലിറ്റീസ് ഒന്നും ഇതിലുണ്ടായിരുന്നില്ല. കുറച്ച് യമണ്ടൻ സ്ട്രോളർ ആയതുകൊണ്ട് തിരക്കിൽ കോച്ച് മാറാനും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മച്ചി എല്ലാവരുടെയും കളിപ്പിക്കാൻ വരണേ. അജു അസ്വസ്ഥനാണ്, കുട്ടിയെ ഇരുത്താനും വയ്യ, നിർത്താനും വയ്യ. പിന്നെ രണ്ടാളും കൂടി സാധാ ടോയ്ലറ്റിൽ പോയി അജു സ്റ്റാൻഡായിട്ടും ഞാൻ ബൈ സ്റ്റാൻഡറായിട്ടും ഡയപ്പർ സെറ്റാക്കിയത്. അപ്പോൾ നിങ്ങൾ ട്രെയിൻ കയറുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ അസ്വസ്ഥരായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സ്പെസിഫിക് കോച്ചസ് ഉണ്ട് ഇതിനൊക്കെ. നമുക്ക് പറ്റിയ അബദ്ധം പറ്റാതിരിക്കട്ടെ. ഫൈനലി സൂറിക് എയർപോർട്ട് എത്തി. ഇവിടെ നിന്ന് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റാണെങ്കിൽ 1 hour ഡിലേ. അപ്പോഴത്തേക്കും സ്ട്രോളറൊക്കെ ലഗേജിലിട്ട് ഹാൻഡ്സ് ഫ്രീ ആയി. ഹാൻഡ്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരാൾ. ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കംഫർട്ടബിൾ ആവാൻ ലോഞ്ച് എടുത്ത്, പിന്നെ ഫുഡ് കഴിച്ച് സെറ്റായിട്ടാണ് ഫ്ലൈറ്റ് കയറിയത്. ഫ്ലൈറ്റ് തൊട്ടേ ഇനി കാണിക്കാൻ പോകുന്നതാ വാട്ട് ഐ ഏറ്റ് ഓൺ മൈ ഫ്ലൈറ്റ്. ഇത് ഞങ്ങളുടെ ഇൻ ഫ്ലൈറ്റ് ഡൈനിങ് എക്സ്പീരിയൻസിൻ്റെ റിവ്യൂ ആണ്, അതും ഒറ്റ വാക്കിൽ. അപ്പോൾ ഡയപ്പേഴ്സ് ആൻഡ് ബിരിയാണിയുടെ ഈ സ്വിസ് സീരീസ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നെക്സ്റ്റ് വ്ളോഗിൽ നെക്സ്റ്റ് സ്പോട്ട്. ഹോപ്പ് യു ഹാഡ് എ നൈസ് ടൈം വിത്ത് us. താങ്ക് യു, ബൈ.